UAE നിന്നും മറ്റ് GCC കൺട്രീസിൽ നിന്നൊക്കെ സലാലിലിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഇവിടേക്കുള്ള യാത്രയുടെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും പറയുന്നില്ല. നിലവിൽ എല്ലാവരും ഇവിടുത്തെ ആ ഒരു പച്ചപ്പും ഇവിടുത്തെ വെള്ളച്ചാട്ടവും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു വീഡിയോ അതല്ല കേട്ടോ. നമ്മള് സലാലയിലോട്ട് ദുബൈയിൽ നിന്നാണ് വന്നത്. ദുബൈയിൽ നിന്ന് ഹൈമ വരെ 2 ട്രാക്കാണ് നമുക്ക് സേഫ് ആയിട്ട് യാത്ര ചെയ്യാം. പകല് യാത്ര ചെയ്യുന്നവരുടെ കാര്യം പറയുന്നത്. ഹൈമയിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്ററിന് മുകളിലാണ് സലാലയിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അവിടെ എത്തുമ്പോൾ അവിടെ ഒറ്റ ലൈനാണ്, അതായത് സെൻട്രൽ ഒരു ഡിവൈഡർ പോലും ഇല്ല. 2 സൈഡിലും ഓപ്പോസിറ്റ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും. ഇതിൽ വേറെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിട്ടില്ല, കണ്ണ് കാണാത്ത രീതിയിലുള്ള പൊടിക്കാറ്റാണ്. ഇപ്പൊ രാത്രിയിൽ മാക്സിമം ആളുകൾ യാത്ര ചെയ്യാതിരിക്കുക സലാലയിലോട്ട്. ഒമാനികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ റൂട്ടും ഇവിടുത്തെ ക്ലൈമറ്റും ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചിട്ടൊന്നും മനസ്സിലാവില്ല. എങ്ങനെ ഇത് ഡ്രൈവ് ചെയ്ത് പോകണം എന്നൊന്നും മനസ്സിലാവില്ല. നോർമലി പല ട്രാവൽസ് വഴി വരുന്നവരുണ്ട്, ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട്. ഇപ്പൊ ഫാമിലി ആയിട്ട് വരുന്നവരോടാണ് കൂടുതൽ പറയാനുള്ളത്. രാത്രിയിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക. UAEയിൽ നിന്നും നമുക്ക് ഹൈമ വരെ നല്ല റോഡാണ്, 2 സെപ്പറേറ്റ് റോഡാണ്. ഇടക്കിടക്ക് പോലീസ് ഉണ്ട്, നമുക്ക് ഷട്ടിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഹൈമയിൽ നിന്ന് 500 കിലോമീറ്ററിന് മുകളിൽ സലാല വരെ ഡേഞ്ചർ പിടിച്ച റോഡാണ്. അതുകൊണ്ട് പകല് മാത്രം വരാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.